ഇറാനിൽ ബോംബുകൾ പൊട്ടിത്തെറിച്ച് 14 റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇറാനെതിരായ യുദ്ധത്തിനിടെയുണ്ടായ ആക്രമണങ്ങളിൽ അവശിഷ്ടമായ ബോംബുകൾ പൊട്ടിത്തെറിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ 14 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ സുരക്ഷാ മേഖലയോട് വളരെ അടുത്താണെന്ന് കരുതപ്പെടുന്ന നൂർ ന്യൂസ് വെബ്സൈറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ടെഹ്റാന്റെ വടക്കു പടിഞ്ഞാറുള്ള വടക്കൻ നഗരമായ സഞ്ചാരിനടുത്താണ് സ്ഫോടനം നടന്നത്. ഏപ്രിൽ 7-ന് വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ IRGC അംഗങ്ങളുടെ എണ്ണമാണിത്. പോരാട്ടത്തിനിടെ വർഷിച്ച ക്ലസ്റ്റർ ബോംബുകളും വ്യോമ മൈനുകളും വെടിക്കോപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. മാത്രമല്ല, കൃഷിയിടങ്ങളിൽ ചിതറിക്കിടക്കുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള യുദ്ധോപകരണങ്ങളുടെ അപകട സാധ്യതകൾ കർഷകരെയും സാധാരണക്കാരെയും ബാധിക്കുന്നതിനാൽ മേഖലയിലെ ഏകദേശം 1200 ഹെക്ടർ കൃഷിഭൂമി ഇപ്പോഴും അപകടത്തിലാണെന്നും ഏജൻസി അഭിപ്രായപ്പെട്ടു. മുൻകാല സംഘർഷങ്ങളോ പരിശീലനങ്ങളോ അപകടകരമായ അവശിഷ്ടങ്ങൾ അവശേഷിപ്പിച്ച പ്രദേശങ്ങളിൽ സൈനിക യൂണിറ്റുകളാണ് പലപ്പോഴും ആയുധ നിർമ്മാർജ്ജന ജോലികൾ നടത്തുന്നത്. പൂർണ്ണമായും നീക്കം ചെയ്യുന്നതുവരെ അത്തരം സ്ഥലങ്ങൾ തുടർച്ചയായ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്നും പ്രാദേശിക ഭരണകൂടം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേ ദിവസം തന്നെ ട്രംപ് ഭരണകൂടം ലോകത്തിന്റെ ഊർജ്ജം കൈകാര്യം ചെയ്യുക എന്ന നയം ഉപേക്ഷിച്ച് തടസ്സപ്പെടുത്തൽ എന്ന നയം ഉപേക്ഷിച്ചുവെന്നും ആരോപിച്ച IRGC രൂക്ഷമായ ഒരു പ്രസ്താവന പുറത്തിറക്കി. എക്സിലെ ഒരു പോസ്റ്റിൽ ചൈന, റഷ്യ, യൂറോപ്പ് എന്നിവയെ നിയന്ത്രിക്കാനുള്ള വലിയ അമേരിക്കൻ ശ്രമത്തിന്റെ ഭാഗമായി ഒരു സമുദ്ര ഉപരോധം ആരംഭിച്ചതായും IRGC അവകാശപ്പെട്ടു. ലോകത്തിന്റെ ഊർജ്ജം കൈകാര്യം ചെയ്യുക എന്ന തന്ത്രത്തിൽ നിന്നും തടസ്സപ്പെടുത്തൽ എന്നതിലേക്ക് ട്രംപ് ഭരണകൂടം മാറി. ചൈന, റഷ്യ, യൂറോപ്പ് എന്നിവയെ നിയന്ത്രിക്കാനുള്ള മഹത്തായ തകർച്ചാ പദ്ധതിയുടെ ഭാഗമായി ഒരു സമുദ്ര ഉപരോധം ആരംഭിച്ചു, IRGC എഴുതി. 20 ദിവസത്തിനു ശേഷം വൈറ്റ് ഹൌസിനുള്ളിലെ വിലയിരുത്തലുകൾ പദ്ധതി പരാജയപ്പെട്ടുവെന്നും സൂചിപ്പിച്ചുവെന്നും തടസ്സങ്ങൾക്കെതിരായ സഖ്യത്തിന്റെ കേന്ദ്രമായി ടെഹ്റാൻ മാറിയിരിക്കുന്നെന്നും അത് വാദിച്ചു. പരസ്പര അവിശ്വാസം ഉയർന്ന നിലയിൽ തുടരുമ്പോഴും പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഇരുപക്ഷവും പരസ്യമായി ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതായി പ്രസ്താവന വെളിപ്പെടുത്തുന്നു. അതേസമയം സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ ഏറ്റവും പുതിയ നിർദ്ദേശത്തിൽ വെള്ളിയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പദ്ധതി പൂർണ്ണമായും നിരസിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ അത് തന്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഞാൻ അതിൽ തൃപ്തനല്ല. അതിനാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ടെഹ്റാന്റെ നിർദ്ദേശത്തിലെ ഏതൊക്കെ ഘടകങ്ങളാണ് പ്രശ്നകരമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കില്ല. എന്നാൽ അന്തിമ ഒത്തുതീർപ്പിലെത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. അവർ പുരോഗതി കൈവരിച്ചു, പക്ഷേ അവർ എപ്പോഴെങ്കിലും അവിടെ എത്തുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, അദ്ദേഹം സൗത്ത് ലോണിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറാന്റെ നേതൃത്വത്തിനുള്ളിലെ ഭിന്നതകളിലേക്കും അദ്ദേഹം വിരൽ ചൂണ്ടി. ആഭ്യന്തര ഭിന്നത ചർച്ചകളെ സങ്കീർണമാക്കുന്നുവെന്നും സൂചിപ്പിച്ചു. നേതൃത്വം വളരെ പരസ്പര ബന്ധിതമല്ല, അതിൽ 2-3 ഗ്രൂപ്പുകളുണ്ട്, ഒരു പക്ഷേ 4 എണ്ണം. അത് വളരെ പരസ്പര ബന്ധിതമല്ലാത്ത ഒരു നേതൃത്വമാണ്. അങ്ങനെ പറയുമ്പോൾ അവരെല്ലാം ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അവരെല്ലാം കുഴപ്പത്തിലാണ്. സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരട് പദ്ധതിയിൽ വാഷിംഗ്ടൺ കൊണ്ടുവന്ന ഭേദഗതികൾക്കുള്ള ഇറാൻ ഏറ്റവും പുതിയ പ്രതികരണം സമർപ്പിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വന്നത്. ഇതുവരെ ഒരു വഴിത്തിരിവും ഉണ്ടാക്കാത്ത ഒരു തുടർ നടപടിയുടെ ഭാഗമാണിത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം സംബന്ധിച്ച് കൂടുതൽ പുരോഗതിക്കായി കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.